ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പേർ കൂടി പ്രതികളാകുമെന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക പാളിക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ അനുമതി. വാതിൽ പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും 12 സാമ്പിളുകൾ ശേഖരിക്കും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുക്കണമെന്ന് വിജിലൻസിന് നിർദ്ദേശം. രാജ്യത്തെ SIR നടപടികളിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പശ്ചിമ ബംഗാളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഇന്നും അനുമതി നൽകിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും ബഹളം. കേരളത്തിൽ തുടർ ഭരണം നല്ലതല്ലെന്ന കെ സച്ചിദാനന്ദന്റെ പ്രസ്താവന ചർച്ചയാക്കി രാഷ്ട്രീയ കേരളം. പ്രസ്താവന തള്ളി MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾ രംഗത്ത്. കേരളത്തിന്റെ പൊതുവികാരമെന്ന് VD സതീശൻ. തുടർ ഭരണത്തെ എതിർത്ത് സാറാ ജോസഫും. ഇടതുമുന്നണിയിൽ അവഗണനയെന്ന RJD സംസ്ഥാന നേതൃയോഗം. മുന്നണിയിലെ അച്ചടക്കമില്ലായ്മ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും RJD. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. ശിവകുമാറിന്റെ ഡ്രൈവറും 2 സുഹൃത്തുക്കളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ED അന്വേഷണത്തിന് ശുപാർശ. 10 വർഷമായി തനിക്കെതിരെ നടന്ന രാഷ്ട്രീയ പ്രേരിത കേസിൽ സത്യം തെളിഞ്ഞെന്ന് VS ശിവകുമാർ. CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ്. കള്ളക്കടത്തോ ബെനാമി ഇടപാടോ നടത്തിയിട്ടില്ലെന്ന മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്. ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദീകരണം.